ഹലോ, ഞാൻ വീണ്ടും വന്നു. ഞാനിപ്പോൾ വന്നത് തന്നെ മീനു കുര്യനെതിരായിട്ടാണ്. രാവിലെ തുടങ്ങി ബാലചന്ദ്രൻ മേനോന് വേണ്ടിയായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ട് കിടന്ന് വെച്ചത്. അത് പച്ചനെ വൃത്തിയായിട്ട് സംസാരമൊക്കെയാണ് ഇവർ സംസാരിച്ചുകൊണ്ട് വെച്ചത്. അതിനെതിരായിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പം ഉച്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ കാണുന്ന വീഡിയോ മമ്മൂട്ടി മോഹൻലാൽ ഇവരെ പീഡിപ്പിച്ചെന്ന്. സത്യത്തിൽ ഇവരെത്ര പേര് പീഡിപ്പിച്ച് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുന്നതാണ്. നമുക്ക് പരമാവധി ഇവർ പറയണങ്ങട് വിശ്വസിക്കാൻ പറ്റണില്ല. ഇവർ നല്ലൊരു സ്ത്രീയല്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നണം. എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം തെളിയിച്ചതാണല്ലോ. നമ്മളെ മുകേഷിൻ്റെ ആ ഒരു കേസിൽ നമ്മൾ തെളിയിച്ചതാണ് ഇവർ പണത്തിന് വേണ്ടി എന്തും ഇറങ്ങിത്തിരിക്കണ ഒരു സ്ത്രീയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു സംശയം, ഇവരുടെ പുറകിൽ വേറെ ആരും ഉണ്ട്. അവരിറക്കിയാണ് ഇവരെ കളിപ്പിക്കണത്. അവരിറക്കി കളിപ്പിക്കണേണ് ഇവരാ, അല്ലാതെ ഇവർ ഒറ്റക്ക് വന്നവരല്ല. ഒരു സുപ്രഭാതത്തിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് താങ്ങി വന്നവരല്ല. ഇതിൻ്റെ പിറകിൽ ലക്ഷ്യങ്ങൾ വേറെ ഉണ്ട്. പക്ഷേ ഇവർക്കെതിരായിട്ട് ഒരു പെൺകുട്ടി, അവരുടെ ചേച്ചിയുടെ മകൾ തന്നെ 16 വയസ്സായ കുട്ടീനെ അവർ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ നോക്കിയതല്ലേ. വിൽക്കാൻ നോക്കി, കണ്ട തമിഴ്നാട്ടിൽ കൊണ്ടുപോയി. എന്നിട്ടും അതിൻ്റെ കേസ് പോലും ഇവർ പുല്ലുവില കൽപ്പിച്ചിട്ടാണ് അവരിപ്പം മമ്മൂട്ടിക്കും മോഹൻലാലിനും എതിരായിട്ട് വന്നേക്കണത്. ഇവരെ പൂട്ടിയില്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമാണ്. ഇവർ പൂട്ടണം, മണിച്ചിത്രത്താഴിട്ട് തന്നെ ഇവർ പൂട്ടണം. കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആദ്യം ഇവർ പറഞ്ഞത് മുകേഷ്, ജയസൂര്യ, മണിയമ്പള രാജു, ഇടവിള ബാബു എന്നൊക്കെയാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ബാലചന്ദ്രൻ മേനോൻ, പിന്നെ ഇടുക്കി ജാഫർ, പിന്നെ അതുകൂടാതെ UK ആരാണ്ടും എന്ന് പറഞ്ഞ് ഒരു അഡ്വക്കറ്റിൻ്റെ പേര് പറഞ്ഞ്. അപ്പം തന്നെ 9 പേരായി. പിന്നെ പറഞ്ഞ് 14 പ്രതിപക്ഷത്തിലിരിക്കുന്ന കോൺഗ്രസിൻ്റെ MLA മാർ 14 പേര്. 1 2 അല്ല, 14 പേര്, 2 മന്ത്രിമാർ. അപ്പം തന്നെ ആയില്ലേ. പിന്നെ ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ. എൻ്റെ ദൈവമേ, ഇത്ര ആൾക്കാർ പീഡിപ്പിച്ചിട്ട് ഇവർ ജീവനോടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരെ അതിശയമാണ്. ഇവർ ഒരു സാധാരണ സ്ത്രീയല്ല, എനിക്കതേ പറയാനുള്ളൂ. ഒരു സാധാരണ സ്ത്രീയല്ല. അപ്പം അതുകൊണ്ട് ഇവരെ നമുക്ക് പൂട്ടണം. പൂട്ടിയില്ലെങ്കിൽ ഇവരുടെ ഈ കോമാളിത്തരം കേട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുന്ന ഒരു സ്പേസാണ് സോഷ്യൽ മീഡിയ. നമുക്ക് മക്കളുണ്ടാവും. ഇപ്പോൾ കുഞ്ഞു പിള്ളേർ മുതൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. അവർക്ക് പഠിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾ മുതൽ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞു മക്കളിനെ ഇതൊന്നും കാണിക്കാൻ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ നല്ലോണം മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയില്ലെങ്കിൽ നമ്മുടെ ഈ കേരളം എന്ന് പറഞ്ഞ ഇവർ നശിപ്പിക്കും. ഇപ്പോഴേ നശിക്കാനൊന്നുമില്ല, ഇവളെ പോലത്തെ ആൾക്കാർ വന്ന് നശിപ്പിച്ച്. ഇനിയിപ്പോൾ ഹേമ കമ്മിറ്റിയിൽ കുറേ ആൾക്കാർ പീഡനത്തിന് ഇരയായ ആൾക്കാരുണ്ട്. അവരൊന്നും ഇനി മുമ്പോട്ട് വരില്ല. ഇവളെ പോലത്തെ ആൾക്കാർ വന്ന് കുളമാക്കിയിട്ടങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവളെ പോലത്തെ ആൾക്കാരെ ഇറക്കി കളിപ്പിച്ചേക്കണേണ്. അപ്പോൾ ഇവളുടെ ബാക്കിൽ ആരാ ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവളെ ഇറക്കിയേക്കണ ആരാണെന്ന് നമുക്ക് പിടിച്ചാലാണ് ആ ആൾക്കാരെ കുറ്റക്കാരെ നമുക്ക് പുറത്തിറക്കാൻ പറ്റുള്ളൂ. ഇവളെ ബാക്കിൽ ആരും ഇല്ലയെന്നൊന്നും ആരും വിശ്വസിക്കണ്ട. ഇവളെ ബാക്കിൽ ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇവളെ നല്ലോണം പൂട്ടണം. ഞാൻ പറഞ്ഞതിന് ചിലപ്പോൾ എനിക്ക് തെറി വരും, നല്ലോണം തെറി വരുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെസ്സേജ് ഇതിൽ വന്നിട്ട് എന്നെ പറയാം. അപ്പോൾ ശരിയെന്നാൽ എനിക്ക് ഇത്ര പറയാനുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക. ഓക്കെ.